ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ വറുക്കാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നാല് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാട്ടോ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾക്ക് ചിക്കൻ പീസസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ചിക്കനാണ് ഇട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഇപ്പോൾ ഇത് വിത്ത് ബോണായിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ബോൺലെസ്സിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബാറ്ററിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് നല്ല പാകത്തിനാണ്. ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് വേണ്ടത്. ഇത് നല്ല പാകത്തിനാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വറക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്.
നമുക്ക് ചിക്കൻ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിലേക്ക് മസാലയൊക്കെ പിടിക്കാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇനി നമുക്കത് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുക്കാം. ഇപ്പോൾ ആ ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ ആ ചില്ലി ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 സബോളയാണ് എടുത്തേക്കുന്നത്. ഈ സബോള നമ്മളിങ്ങനെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഏകദേശം ഒരു 2 മീഡിയം ക്യാപ്സിക്കം വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ 3 കളറായിട്ട് എടുത്തേക്കണമെന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 മീഡിയം ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ തന്നെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് സബോള, ഒരു 1/2 സബോള ഇതുപോലെ ചെറിയ ഫൈനലി ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 2 കൂടി വേണമെങ്കിൽ കൂട്ടാം. ഇവിടെ അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു 6 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 അല്ലി വെളുത്തുള്ളിയാണിത്, അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുക്കാൻ വേണ്ടി ഉപയോഗിച്ച സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പ്രോസസ്സ് മുഴുവൻ ഇനി ചെയ്യാൻ പോകുന്നത് ഹൈ ഫ്ലെയിമിലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് വരെ നമ്മൾ ഇനി ഹൈ ഫ്ലെയിമിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളർ കൂടി ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നമുക്കിതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതിലേക്ക് ചില്ലി സോസാണ് കേട്ടോ ചേർക്കുന്നത്. ചില്ലി സോസ് നമുക്ക് 4 തുടങ്ങി 5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് മൈൽഡ് ചില്ലി സോസാട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 6 to 7 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ഇതുപോലെ തന്നെ ഒരു 6 to 7 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. നമുക്കപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഫ്ലെയിം ഒട്ടും കുറയ്ക്കരുത്. ചൈനീസ് വിഭവങ്ങൾക്ക് എപ്പോഴും ഹൈ ഫ്ലെയിമാണ് ആവശ്യം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1.5 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഗ്രീൻ ചില്ലി ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റ് ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം.
നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലോറിന് ഒരു വേവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി സോയാ സോസ് ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവോളയും നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിളക്കാം. അപ്പോൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി വാടൊന്നും വേണ്ട. നമുക്കിനി ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി തിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തു. അതുപോലെ തന്നെ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇപ്പോൾ നല്ല ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇത് കെച്ചപ്പോ അല്ലെങ്കിൽ സോയാ സോസോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അതിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലാതെ ഇടയിൽ ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ചാറിൻ്റെ കട്ടിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ വേണം, അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ചാറിൻ്റെ എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കട്ടി ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങാനും കട്ടി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാകത്തിന് കിട്ടും. പക്ഷേ കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളതൊന്ന് വേവാനുള്ള ടൈം കൊടുക്കണം. അല്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ പച്ചച്ചോക നമുക്ക് വരും. ഇതിപ്പോൾ എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഈവൻ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്